യെസ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സൈക്കോമിലെ മൂന്നാമത്തെ ലെയറായ സ്റ്റോറീസിനെ കുറിച്ചാണ്, കഥകൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് സൈക്കോമിലെ രണ്ട് ലെയറുകൾ. ഒന്നാമത്തത് ഐഡന്റിറ്റി, രണ്ടാമത്തത് ബിലീഫ്, വിശ്വാസങ്ങൾ, അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കഥകളെ കുറിച്ചാണ്. എന്താണ് കഥകൾ? കഥകൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ പഴയകാല സംഭവങ്ങൾ അല്ലെങ്കിൽ ഓർമ്മകൾ, അല്ലേ? സോ റൂബി സാറിൻ്റെ സൈക്കോം കോൺസെപ്റ്റിലെ സ്റ്റോറീസ്, കഥകൾ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ലെയറാണ്. ഈ കഥകളാണ് നമ്മുടെ വിശ്വാസങ്ങളായും നമ്മുടെ ഒരു ഐഡൻറ്റിറ്റിയായും മാറ്റിയെടുക്കുന്നത്. ഓക്കെ, അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് പഠിക്കാം. ഇങ്ങനെ പറയാം, അതായത് കഥകൾ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓർമ്മകളാണ്, അല്ലേ? വീണ്ടും വീണ്ടും ഓർത്തെടുക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ നൽകുന്ന വ്യാഖ്യാനങ്ങൾ, അതാണ് കഥകൾ. ഇൻ്റർപ്രിട്ടേഷൻസ് എന്ന് പറയും. നമ്മൾ നൽകുന്ന വ്യാഖ്യാനങ്ങളെയാണ് കഥകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരുപാട് കഥകൾ ഉണ്ടായിരിക്കും. ഒരു സംഭവം നടക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു സംഭവം നടന്നു, അത് വെറും ഒരു വസ്തുതയാണ്, ഫാക്റ്റ്, ഒരു കാര്യമാണ്. പക്ഷെ എന്നാൽ നമ്മൾ ആ സംഭവത്തെക്കുറിച്ച് നമ്മൾ മനസ്സിനുള്ളിൽ മെനയുന്ന വിവരണമാണ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം നടന്നു, ഒരു സംഭവം നടന്നു, കഴിഞ്ഞു. പക്ഷെ നമ്മൾ ആ സംഭവത്തെക്കുറിച്ച് നമ്മൾ എന്ത് കരുതുന്നു, നമ്മൾ എന്ത് വിശ്വാസം നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുന്നു, ഇതാണ് അതിൻ്റെ പുറകിലുള്ള മെയിൻ പോയിന്റ്. അതാണ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നതും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ കഥയും സംഭവവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം നമുക്ക് ആദ്യമായിട്ട്. ഓക്കെ, ഒരു സംഭവം എടുക്കാം. ഞാൻ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തു, അതൊരു വസ്തുതയാണ്, അല്ലേ? ഞാൻ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തു, ആ ജോലി കിട്ടിയില്ല എന്ന് വിചാരിക്കൂ. ജോലി കിട്ടിയില്ല, അതൊരു വസ്തുതയാണ്. പക്ഷേ നമ്മൾ ആ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിക്കുകയാണ്, എനിക്ക് കഴിവില്ലാത്തത് കൊണ്ടാണ് ആ ജോലി കിട്ടാഞ്ഞത്, അല്ലെങ്കിൽ എൻ്റെ ഭാഗ്യക്കേട് കൊണ്ടാണ് കിട്ടാഞ്ഞത്, എനിക്ക് ഭാഗ്യമില്ല എന്നൊക്കെ വിചാരിക്കുകയാണെങ്കിലോ, എനിക്ക് എപ്പോഴും മോശം കാലമാണ്, ഞാൻ ഭാഗ്യമില്ലാത്തവളാണ്. ഇതാണ് നമ്മൾ സ്വയം പറയുന്ന കഥകൾ, നമ്മളോട് തന്നെ പറയുന്ന കഥകൾ. ഒരു സംഭവം നടന്നു, അതിന് പുറകിൽ ഇഷ്ടംപോലെ കാരണങ്ങൾ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ നമ്മളെക്കാളും ചിലപ്പോൾ നമ്മൾ ക്വാളിഫൈഡ് ആയിരുന്നിരിക്കില്ല. ആ സമയത്ത് എന്തെങ്കിലും നമ്മുടെ ഭാഗത്ത് നിന്ന് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും. ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ പറ്റായികയോ, അവർ പ്രതീക്ഷിച്ച ഒരു ഉത്തരം നമുക്ക് നൽകാൻ പറ്റുക, അല്ലെങ്കിൽ അവരുദ്ദേശിച്ച ഒരാളായിരിക്കില്ല നമ്മളെക്കാളും കൂടുതൽ ക്വാളിഫിക്കേഷനുള്ള കഴിവുള്ള ആരെങ്കിലും ഒരാൾ അവിടെ വന്നിരിക്കും, അല്ലേ? അവരെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ നമ്മളോട് പറയുന്ന കഥ എന്തായിരുന്നു, വിശ്വാസം എന്തായിരുന്നു? എനിക്ക് ഭാഗ്യമില്ല, അല്ലേ? എനിക്ക് ഭാഗ്യമില്ല. പിന്നെ നമ്മൾ എന്താ കരുതുന്നത്? എനിക്കതിന് അർഹതയില്ല, എനിക്കതിന് കഴിവില്ല. അപ്പോൾ നമ്മുടെ ആഴത്തിലുള്ള വിശ്വാസങ്ങളിൽ നിന്നാണ് കഥകൾ ജനിക്കുന്നത്. ഒരു സംഭവത്തിൽ നിന്ന് ഒരു വിശ്വാസം ഉണ്ടാവുന്നു, ആ വിശ്വാസത്തെ നമ്മൾ കൂട്ടിയും കുണിച്ചും ഹരിച്ചും തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നമ്മൾ ആ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്നു. അവിടെ നിന്ന് ഒരു കഥ നമുക്കുണ്ടാവുന്നു. അതൊരു നല്ലൊരു കഥയാണെങ്കിൽ, നല്ല വിശ്വാസമാണെങ്കിൽ ആ വിശ്വാസം, ആ ഒരു കഥ, ആ കഥ നമ്മളെ മുന്നോട്ട് നയിക്കും. ആ ഒരു വിശ്വാസം, ആ ഒരു കഥ നല്ലതല്ലെങ്കിൽ നമ്മളെ പുറകോട്ട് വലിക്കും. പിന്നെ എപ്പോൾ നമ്മൾ ഒരു ഇൻ്റർവ്യൂവിനോ ഇതുപോലെയുള്ള സെയിം സാഹചര്യത്തിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അന്നത്തെ ആ കഥ ഓർക്കും, അതിനുണ്ടായ ആ വിശ്വാസം നമ്മളെ പുറകോട്ട് വലിക്കും. അതൊരു വിജയത്തിൻ്റെ കഥയാണെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മളെ മുന്നോട്ട് നയിക്കും. ഓക്കെ, അപ്പോൾ ഒരു നെഗറ്റീവ് വിശ്വാസം വന്നു പെട്ടാൽ, ഉദാഹരണത്തിന് ഞാൻ ഒന്നിനും കൊള്ളില്ല എന്നൊരു വിശ്വാസം വന്നാൽ, ജീവിതത്തിലെ ഓരോ പരാജയത്തെയും നമ്മളൊരു വലിയ പരാജയമാക്കി മാറ്റും. 1+1=2, 2+2=4 എന്ന് പറയുന്ന പോലെ നമ്മളതിനെ കൂട്ടി 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 കൊണ്ടുവരും. ഇപ്പോൾ സൈക്കോം സിദ്ധാന്തത്തിലെ സ്റ്റോറീസ് എന്നത്
ശരിക്കും പറഞ്ഞാൽ ഇത് സ്റ്റോറീസിൻ്റെ ഇപ്പം നേരത്തെ പറഞ്ഞത് ഒരു ലെയർ, ഒരു ഭാഗമാണ്, ഒരു പോർഷനാണ്. പക്ഷേ കഥകൾ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഓർമ്മകളായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഓക്കെ. ഓർമ്മകളാണ് നമ്മൾ വീണ്ടും വീണ്ടും ഓർത്തെടുക്കുന്ന കാര്യങ്ങൾ. ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങളോട് കണ്ണടച്ചിട്ടിരിക്കാൻ പറയാം. കണ്ണടച്ചിട്ട് നിങ്ങളൊരു കഥ ഓർക്കൂ എന്ന് പറയുകയാണ് ഞാൻ. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായും ഓർക്കുന്ന കഥകൾ, നിങ്ങളുടെ മനസ്സിൽ ഓടി വരുന്ന കഥകൾ എന്തായിരിക്കും എന്നറിയോ? എന്ത് കഥകളായിരിക്കും? ഊഹിക്കാൻ പറ്റുമോ? നെഗറ്റീവ് സ്റ്റോറീസ് ആയിരിക്കും. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ തളർത്തിയ കഥകൾ, പരാജയത്തിൻ്റെ കഥകൾ, നിങ്ങൾ നിങ്ങളുടെ സ്നേഹം തിരസ്കരിച്ച കഥകൾ, അല്ലെങ്കിൽ നിങ്ങൾ അവഗണന നേരിട്ട കഥകൾ, അങ്ങനെ ഒരുപാട് നിരാശയുടെ കഥകൾ, കുറ്റബോധത്തിൻ്റെ കഥകൾ, നാണക്കേടിൻ്റെ കഥകൾ, അങ്ങനെ ഒരുപാട് കഥകളായിരിക്കും നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരിക, പെട്ടെന്ന് ഓർക്കാൻ പറയുമ്പോൾ. മനസ്സിലായോ? ഈ ഓർമ്മകളാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ അത് ഓർമ്മകൾ ഭയങ്കരമായിട്ട് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട്. ഒരു ഓർമ്മ വരികയാണെങ്കിൽ നമ്മുടെ ഇമോഷൻ എന്തായിരിക്കും? നല്ല ഓർമ്മയാണെന്ന് വെച്ചാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായി നമ്മുടെ മനസ്സിലെ സമാധാനം, സന്തോഷം, ഭയങ്കര എനർജിയൊക്കെ ഉണ്ടാവും അല്ലേ? അതേസമയം ഒരു മോശം ഓർമ്മയാണെങ്കിൽ, ഒരു മോശം കഥയാണ്, ഒരു വിഷമിപ്പിക്കുന്നൊരു കഥയാണ്, നമ്മൾ നെഗറ്റീവ് ഇമോഷൻ ഉണ്ടാക്കുന്ന ഒരു കഥയാണ് നമ്മൾ ഓർക്കുന്നതെങ്കിലോ നമ്മുടെ മൂഡ് എങ്ങനെയായിരിക്കും? മൂഡ് ഓഫായി അല്ലേ? പിന്നെ നമുക്ക് ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ തോന്നില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മുൻപ് നടന്ന കാര്യങ്ങളെ, പാസ്റ്റ് എക്സ്പീരിയൻസസിനെ നമ്മൾ എങ്ങനെ ഓർത്തെടുക്കുന്നു എന്നതിനെയാണ് ഇവിടെ സ്റ്റോറീസ് നമ്മളെന്ന് പറയുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അതായത് ഓർമ്മകളും കഥകളും തമ്മിലുള്ളൊരു ഒരു കണക്ഷൻ. അത് നമ്മുടെ മനസ്സ് ഒരു ലൈബ്രറി പോലെയാണ്. ലൈബ്രറിയാണെന്ന് വിചാരിക്കും നമ്മുടെ മനസ്സ്. അപ്പോൾ അവിടെ സൂക്ഷിച്ചിരിക്കുന്ന ഓരോ ബുക്കിനും, ഓരോ ബുക്കെന്ന് പറയുന്നത് ഓരോ ഓർമ്മകൾ, മനസ്സിൻ്റെ ഉള്ളിലെ ഓർമ്മകൾ, ലൈബ്രറിയിലുള്ള ഓരോരോ ബുക്കുകൾ. നമ്മൾ ഓരോരോ ബുക്കിനും ഓരോരോ ഓർമ്മകൾക്കും ഓരോ തലക്കെട്ട് നൽകിയിട്ടുണ്ട്. എന്താണ്? സന്തോഷത്തിൻ്റെ കഥകൾ. ലൈബ്രറിയിൽ ഇങ്ങനെ ബുക്കുകൾ അടക്കി വെച്ചിരിക്കുകയാണ്. ആ ബുക്കുകൾക്കൊക്കെ ഓരോ പേരുകളുണ്ട്. സന്തോഷത്തിൻ്റെ കഥകൾ, വിജയത്തിൻ്റെ കഥകൾ, സ്നേഹത്തിൻ്റെ കഥകൾ, സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ കഥകൾ, നേട്ടത്തിൻ്റെ കഥകൾ അല്ലേ? അങ്ങനെ വേറും കഥകളുണ്ട്. എന്ത്? തിരസ്കരണത്തിൻ്റെ കഥകൾ, വേർപാടിൻ്റെ കഥകൾ, ദുഃഖത്തിൻ്റെ കഥകൾ, പരാജയത്തിൻ്റെ കഥകൾ, കുറ്റബോധത്തിൻ്റെ കഥകൾ, നാണക്കേടിൻ്റെ കഥകൾ. അങ്ങനെ നമ്മൾ ഈ ബുക്കുകളിൽ നിന്ന് ഏതൊരു ബുക്കുകളാണോ നമ്മൾ ദിവസം എടുത്ത് വായിക്കുന്നത്, ഏത് ബുക്കാണ്? പരാജയത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും വിരഹത്തിൻ്റെയും നാണക്കേടിൻ്റെയും കഥകളുടെ ആ ബുക്കുകളാണോ നമ്മൾ എടുത്ത് വായിക്കുന്നത്? അതോ സന്തോഷത്തിൻ്റെയും വിജയത്തിൻ്റെയും നേട്ടങ്ങളുടെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കഥകളാണോ വായിക്കുന്നത്? അതിനനുസരിച്ചിരിക്കും ഓരോ ദിവസത്തെയും നമ്മുടെ ജീവിതം. ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് ഒരു ഇൻ്റർവ്യൂവിന് പോയി ആ ജോലി കിട്ടിയില്ല. അത് അന്നൊരു വസ്തുതയായിരുന്നു, ഒരു സംഭവമായിരുന്നു. ആ സംഭവത്തെക്കുറിച്ച് നമ്മളിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് അതിൽ നിന്നുണ്ടാക്കുന്ന ഒരു നെഗറ്റീവ് വിശ്വാസം, എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല, ഞാൻ ഭാഗ്യമില്ലാത്തവളാണ്, എനിക്ക് കഴിവില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നതെങ്കിൽ പിന്നെ എത്ര ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും ഈ വിശ്വാസം നമ്മൾ അറിയാതെ കയറി വരും. എത്ര സ്കിൽസ് ആൻഡ് ടാലൻറ്റ്സ് ഉണ്ടെങ്കിലും കാര്യമില്ല. അതേസമയം നമ്മൾ ആ ഒരു സ്റ്റോറി നമ്മൾ റീറൈറ്റ് ചെയ്യുക. നമുക്കിപ്പോൾ മനസ്സിലായി അതെന്താണ്? നമ്മുടെ ജീവിതത്തിലെ എല്ലാവരുടെയും ജീവിതത്തിൽ സ്റ്റോറീസ് ഉണ്ടായിരിക്കും, കഥകളുണ്ടായിരിക്കും. കഥകൾ രണ്ട് തരത്തിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൈക്കോയിലെ എല്ലാ ലെയറിനും രണ്ട് വശങ്ങളുണ്ടായിരിക്കും. ഒന്ന് ബ്ലെസ്സിങ്, ഒന്ന് കേഴ്സ്. ബ്ലെസ്സിങ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്, കേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ പുറകോട്ട് വലിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ കഥകൾക്കും മുന്നോട്ട് നയിക്കുന്ന കഥകളുണ്ട്, പുറകോട്ട് വലിക്കുന്ന കഥകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സന്തോഷത്തിൻ്റെയും വിജയത്തിൻ്റെയും സമാധാനത്തിൻ്റെയും എന്താ പറയുക, നേട്ടത്തിൻ്റെയും അങ്ങനെയുള്ള കഥകളാണ്, മോട്ടിവേഷൻ കഥകളാണ് നമ്മൾ വായിക്കുന്നതും ഓർത്തെടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതം അറിയാതെ മുന്നോട്ട് പോകും. അതേസമയം നമ്മൾ കേഴ്സ് സ്റ്റോറീസ്, ആ കഥകൾക്ക് പിന്നാലെയാണ്, ആ കഥകളിൽ നിന്നുണ്ടായ ഉറച്ച വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മുടെ ജീവിതമെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ജീവിതം പുറകോട്ടായിരിക്കും അല്ലേ? അപ്പോൾ നേരത്തെ പറഞ്ഞത്
നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യത്തിന് നമ്മൾ ഒന്നും കൂടെ അനലൈസ് ചെയ്യണം. അതായത് ഞാൻ അന്ന് ഇൻ്റർവ്യൂവിന് പോയി ഞാൻ പരാജയപ്പെട്ടു. പക്ഷെ അതിന് നമ്മളൊന്ന് റീറൈറ്റ് ചെയ്യാണ്. എങ്ങനെ? ഒന്ന് റീറൈറ്റ് ചെയ്യാണ്. ഞാൻ അന്ന് പരാജയപ്പെട്ടു. പക്ഷെ ഞാൻ ഇന്ന് കൂടുതൽ കൂടുതൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്ത് ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രാക്ടീസ് ചെയ്ത് കൂടുതൽ എംപവർ ആയിട്ടുള്ള ഒരാളാണ്. അതൊരു എംപവർ സ്റ്റോറിയാണ് അല്ലേ? ആ കഥയെ നമ്മൾ റീറൈറ്റ് ചെയ്യാണ്. എങ്ങനെ? പുതിയ പുതിയ വിശ്വാസങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിൽ എന്തായാലും നേടും. അങ്ങനെ ഒരു ഉറച്ച വിശ്വാസം. ദെൻ ഒരു കാര്യം കൂടെ വിശ്വസിക്കുക. എന്താണ് വിശ്വസിക്കേണ്ടത്? അന്ന് എനിക്ക് ജോലി കിട്ടാതിരുന്നത് ഇതിലും മികച്ച എന്തോ എന്ന് എനിക്ക് കിട്ടാനുണ്ട്. ഇതിലും മികച്ച എന്തോ ഒന്ന് എനിക്ക് കിട്ടാനുണ്ട്. അതുകൊണ്ടാണ് അന്നത് എനിക്ക് കിട്ടാഞ്ഞത്. അങ്ങനെ ഓരോരോ സംഭവങ്ങളെ ജീവിതത്തിൽ നടന്ന ഓരോരോ കഥകളെയും നമ്മളെല്ലാം മാറ്റി ചെയ്ത് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സാധനം നമുക്ക് മിസ്സായിട്ടുണ്ട്, നമ്മുടെ ജീവിതത്തിൽ നിന്ന് മിസ്സായിപ്പോയി, അത് അകന്നുപോയി എന്ന് വിചാരിച്ചാൽ നമ്മളതിനെ മാറ്റി എഴുതണം. ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു സാധനം എനിക്ക് അന്ന് കിട്ടാതിരുന്നുകൊണ്ടാണ് എനിക്ക് അതിനേക്കാൾ നല്ലൊരു സാധനം അല്ലെങ്കിൽ നല്ലൊരു വ്യക്തി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. അങ്ങനെ മാറ്റി എഴുതുക. എന്നിട്ട് ആ ഒരു വിശ്വാസത്തിൻ്റെ, ആ കഥയിൽ നിന്നുള്ള ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ജീവിക്കുക. കുറച്ച് നാൾ അങ്ങനെ ജീവിച്ചു നോക്കൂ. അങ്ങനെയാണ് നമ്മൾ ആ കഥകളെ മാറ്റി എഴുതുക എന്ന് പറയുന്നത്. കേഴ്സ് സ്റ്റോറീസിനെ ബ്ലെസ്സിങ് സ്റ്റോറിയാക്കി നമ്മൾ മാറ്റി എഴുതുക. അപ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ എഫക്റ്റ് ചെയ്യുന്നത്? പഴയ നടന്ന കാര്യങ്ങൾ നമുക്ക് മാറ്റാൻ നമുക്ക് കഴിയില്ല അല്ലെ? നടന്നു, പാസ്റ്റ് ഈസ് പാസ്റ്റ്, കഴിഞ്ഞത് കഴിഞ്ഞു. പക്ഷെ ആ ഓർമ്മകളെ നമ്മൾ വ്യാഖ്യാനിക്കുന്ന രീതി, നാരേഷൻ, അത് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്വയം തിരിച്ചറിയണം, എനിക്കതിനുള്ള കഴിവുണ്ട്. അന്ന് ഞാൻ തോറ്റുപോയി, പക്ഷെ എനിക്കതിനുള്ള കഴിവുണ്ട്. അപ്പോൾ എന്താണ് നമ്മൾ സൈക്കോ എന്ന തിയറിയിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ പഴയ വേദനിപ്പിക്കുന്ന ഓർമ്മകളെ, വേദനിപ്പിക്കുന്ന കഥകളെ മാറ്റി പുതിയ അർത്ഥങ്ങൾ നൽകിക്കൊണ്ട് നമ്മൾ ആ കഥകളെ മാറ്റി എഴുതുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ ജീവിതത്തിൽ നടന്ന ബ്ലെസ്സിങ് സ്റ്റോറീസ്, എല്ലാവരുടെ ജീവിതത്തിൽ നല്ലതും പൊട്ടയായിട്ടുള്ള കഥകളുണ്ടായിരിക്കും. ഒരു സൈഡിൽ നമ്മൾ ഒരു പേജിൽ ബ്ലെസ്സിങ് സ്റ്റോറീസ് എല്ലാം എടുത്തെഴുതുക. ഓർമ്മയുള്ള കാര്യങ്ങൾ മുഴുവൻ ബ്ലെസ്സിങ് സ്റ്റോറീസ്, നന്ദി പറയാം. അപ്പുറത്തെ പേജിൽ, വേറൊരു പേജിൽ നിങ്ങളെ വിഷമിപ്പിക്കുന്ന, ഇപ്പോഴും നിങ്ങളെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മൾ ചൈൽഡ്ഹുഡ് ട്രോമാസ് എന്നൊക്കെ പറഞ്ഞ് ഓമന പേരിട്ട് വിളിക്കുന്ന ആ കഥകളൊക്കെ എടുത്തെഴുതുക. ദിവസം ഒരു കഥ എടുത്തെഴുതുക. ഇപ്പോഴും സ്റ്റിൽ നിങ്ങളെ വേട്ടയാടുന്ന, നിങ്ങളെ മുന്നോട്ട് നയിക്കാൻ സമ്മതിക്കാത്ത, വേദനിപ്പിക്കുന്ന കഥകൾ എന്തോ ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, അതൊക്കെ ബുക്കിലെടുത്ത് എഴുതുക. ഒരു ദിവസം ഒരു കഥ എഴുതുക. അതിനെ തിരിച്ച് റീറൈറ്റ് ചെയ്യുക. അന്നത് ഉണ്ടായതുകൊണ്ട് അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യം, ഒരു ലെസൺ എന്താണെന്നുള്ളത് എഴുതുക. അതിൽ നിന്ന് പഠിച്ച പാഠം. നമ്മൾ ചെറുപ്പത്തിലൊക്കെ പഠിച്ചിട്ടില്ലേ? ഓരോ ബുക്കിലും ഒരു കഥയുണ്ടായിരിക്കും അല്ലേ? ഓരോ പാഠത്തിലും ഒരു കഥയുണ്ടായിരിക്കും. അതിൽ നിന്ന് ഏറ്റവും അവസാനം ഒരു ഗുണപാഠം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇതുപോലെ നമ്മൾ ആ കഥ എഴുതുന്നു, അതിൽ നിന്ന് പഠിച്ച ഗുണപാഠം എന്ത് എന്നുള്ളത് ലാസ്റ്റ് എഴുതുന്നു. ലെസൺ. നമ്മുടെ ജീവിതത്തിലെ ഓരോരോ വ്യക്തികൾ, സെയിം സ്വഭാവമുള്ള വ്യക്തികൾ അല്ലെങ്കിൽ സെയിം സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ റിപ്പീറ്റഡ് ആയി വരുന്നുണ്ടെങ്കിൽ, ഒരു ലൂപ്പ് കണക്കെ വരുന്നുണ്ടെങ്കിൽ, നമ്മളൊന്ന് ആലോചിക്കുക, എന്തോ ഒരു കാര്യം, എന്തോ ഒരു ഗുണപാഠം നമ്മളൊക്കെ അതിൽ നിന്ന് പഠിക്കാനുണ്ട്. അത് പഠിപ്പിക്കാനാണ് ഈ പ്രപഞ്ചം അല്ലെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് വീണ്ടും ആ ഒരു കഥകൾ, ആ ഒരു സന്ദർഭങ്ങൾ, ആ ഒരു എക്സ്പീരിയൻസസ്, അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വീണ്ടും ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മളൊന്ന് ആലോചിക്കുന്നത്, ആ ലൂപ്പൊന്ന് പൊട്ടിച്ചെറിയണ്ടേ? നമുക്ക് ഇതിൽ കിടന്ന് വട്ടം തിരിഞ്ഞാൽ പോരല്ലോ. പൊട്ടിച്ചെറിയണമെങ്കിൽ നമ്മൾ അതിൽ നിന്ന് പഠിച്ച ഗുണപാഠം എഴുതി വെക്കുക, ബുക്കിൽ എഴുതി വെക്കുക. എഴുതി വെക്കുമ്പോൾ നമ്മുടെ മനസ്സിന് മനസ്സിലാവും, ആ ഒരു എക്സ്പീരിയൻസസ് നിങ്ങൾ വിളിക്കുന്ന
പ്രപഞ്ചശക്തി, ആ ഒരു ശക്തിക്ക് മനസ്സിലാവും യെസ്, അവൾ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്നൊരു പാഠം പഠിച്ചിട്ടുണ്ട്. അവൾ ആ ലൂപ്പ് പൊട്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പൊട്ടിച്ചിട്ടുണ്ട്. സോ നമ്മൾ ആ ലൂപ്പിൽ നിന്ന് പുറത്ത് കടക്കും. വൺസ് നമ്മൾ ആ ലൂപ്പിൽ നിന്ന് പുറത്ത് കടന്നു എന്ന് വിചാരിക്കൂ, പിന്നെ നമ്മൾ അങ്ങനെ എഫക്റ്റ് ചെയ്യില്ല ആ ഒരു ലൂപ്പ്. ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ ചെയ്ത് പരീക്ഷിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എഴുതി വെക്കുക. എല്ലാതും എഴുതി 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 വെക്കുക. നമ്മുടെ തലച്ചോറിലുള്ള സാധനം നമ്മൾ പേപ്പറിലേക്ക് എഴുതി വയ്ക്കുക, പകർത്തി വയ്ക്കുക. പകർത്തി വയ്ക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഫ്രീ ആവും, നമ്മുടെ ഹൃദയം ഫ്രീ ആവും, നമ്മുടെ ഇമോഷൻസ് ഫ്രീ ആവും. ഓക്കെ. അപ്പോൾ മറ്റുള്ളവരോട് പറയാൻ സാധിക്കാത്ത കഥകൾ വരെ ഉണ്ടാവും. വേറൊരാളോട് സീക്രട്ടായിട്ട് ഒരുപാട് സീക്രട്ട് രഹസ്യങ്ങളുള്ള കഥ, അതും എഴുതി വയ്ക്കുക, ബുക്കിൽ എഴുതി വയ്ക്കുക, ആരും കാണാതെ എഴുതി വയ്ക്കുക, റിലീസ് ചെയ്യുക. ഓക്കെ. അങ്ങനെ നമ്മൾ കഥകൾ മാറ്റി എഴുതാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്താണ് ചെയ്യേണ്ടത്? ബ്ലെസ്സിങ് സ്റ്റോറീസ് എഴുതുന്നു, കേസ് സ്റ്റോറീസ് എഴുതുന്നു. ആ കേസ് സ്റ്റോറീസ് നടന്ന് എന്തിനാണ് എന്നുള്ളതിൻ്റെ ഒരു ഗുണപാഠം നമ്മൾ ഓർത്തെടുത്ത് അതിൽ നിന്ന് എന്തെങ്കിലും പാഠം പഠിച്ചിട്ടുണ്ടോ? വഞ്ചനയുടെ കഥകളിൽ നിന്ന് ആളെന്തുകൊണ്ട് അങ്ങനെ എന്നെ വഞ്ചിച്ചു, പിന്നെയും പിന്നെയും ഞാൻ വഞ്ചനയുടെ കഥകൾ നേരിടുന്നത് എന്തുകൊണ്ടാണ്? റിജക്ഷൻ്റെ കഥകൾ, എന്തുകൊണ്ട് പിന്നെയും പിന്നെയും അങ്ങനെ റിജക്ഷൻ എനിക്ക് നേരിടേണ്ടി വരുന്നു? ബിസിനസ്സിലായാലും ലൈഫിലായാലും എന്തോ എനിക്ക് മിസ്സിങ് ഉണ്ട്, അത് പഠിക്കാം. നമ്മളിലുള്ള കുറവുകൾ നികത്താൻ ശ്രമിക്കുക, അത് എഴുതി വയ്ക്കുക. എന്നിട്ട് ഞാൻ പറയുന്ന പോലെ നെക്സ്റ്റ് നമ്മൾ അടുത്ത ലെയറിലേക്ക് കടക്കുക. ഇത് വൺസ് ഈ ഒരു പ്രോസസ്സ് തീർന്നു കഴിഞ്ഞാൽ അടുത്ത ലെയറിലേക്ക് കടക്കുക. ഇങ്ങനെ ഓരോരോ ലെയറുകൾ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ 49 ദിവസം കൊണ്ട് നിങ്ങൾക്ക് പുതിയൊരു മനുഷ്യനായിട്ട് മാറാൻ പറ്റും. റെഡിയാണല്ലോ എല്ലാവരും? ഓക്കെ. ഇതെങ്ങനെ ചക്രങ്ങളായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് ഞാൻ പറയാം. ഈ ഒരാഴ്ചത്തെ 7 ലെയറുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ആഴ്ച തുടങ്ങുന്നത് ചക്രങ്ങളെക്കുറിച്ച്, ചക്രങ്ങളായിട്ട് എങ്ങനെ കണക്റ്റഡ് ആണെന്ന് പറയും. ഓക്കെ. അപ്പോൾ സി യു, ബൈ. താങ്ക് യു.